അപ്പൊ തുടങ്ങാല്ലേ? ജെക്സി തോമസ്, ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. 4-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി കഴിഞ്ഞ് 7-ാം തീയതി 3-ാം പക്കം അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ സ്വാഭാവികമായും അദ്ദേഹത്തോട് ചോദിക്കണമെന്ന മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുസമൂഹമോ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ധർമ്മടത്ത് മാത്രമുണ്ടായ പിന്നോട്ട് പോക്ക്. ആദ്യത്തെ 6 റൗണ്ടുകളിലുണ്ടായ പിന്നോട്ട് പോക്ക്. മറ്റൊന്ന്, സംസ്ഥാനത്തുണ്ടായ പരാജയത്തിൽ നേതൃത്വത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ ഒരു തിരുത്തൽ ഉണ്ടാകുമോ എന്നുള്ളത്. ഈ കാര്യങ്ങളിലുള്ള വിശദീകരണം എന്നതില്ല. കോൺഗ്രസും BJPയും മാധ്യമ സംഘവും ചേർന്ന ഗൂഢാലോചനകൾ ജനം വിശ്വസിച്ചു എന്നതാണോ തിരിച്ചറിയുന്നത്? ഒരിക്കലുമല്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നതിന് മുമ്പ് ഒരു പാർട്ടി എന്ന നിലയിൽ CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അങ്ങനെയാണല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്തത്, അഭിമുഖീകരിച്ചത്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി, അതേപോലെ തന്നെ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതികരണം നമ്മുടെ മുമ്പാകെ നടത്തിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി അല്പം കൂടെ സമഗ്രമായി അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രതികരണം നമ്മളുടെ മുമ്പാകെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട. അതിൽ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ജനവിധിയെ ആദരവോടെ അംഗീകരിക്കുന്നതായി പറയുന്നുണ്ട്. വലിയ ഭൂരിപക്ഷത്തിന്റെ തിളക്കത്തോടെ അധികാരത്തിൽ വന്ന UDFന്റെ എല്ലാ ജനപ്രതിനിധികൾക്കും അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അഭിനന്ദനം അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഒപ്പം ശക്തവും ക്രിയാത്മകവുമായ പ്രതിപക്ഷമായി ഇടതുപക്ഷം പ്രവർത്തിക്കുമെന്നും കഴിഞ്ഞൊരു 15 കാലയളവ് കേരളം നേടിയെടുത്ത അഭിമാനകരമായ മാറ്റങ്ങളെ, മുന്നേറ്റങ്ങളെയൊക്കെ സംരക്ഷിക്കുമെന്നും അതിൽ നിന്ന് ജനവിരുദ്ധമായ എന്തെങ്കിലും ഒരു തീരുമാനം പുതിയ ഗവൺമെന്റിൽ നിന്നുണ്ടായാൽ അതിശക്തമാംവിധം ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഉത്തരവാദിത്വ പ്രതിപക്ഷമായി തങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ പ്രതികരണത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമെന്ന് തോന്നുന്നത് പിന്നീടാണ്. അങ്ങേക്ക് അതിനെ സംബന്ധിച്ച് ചില ആശങ്കയുണ്ടായി എന്ന് അങ്ങയുടെ ചില ചോദ്യത്തിന്റെ ഭാഗങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി. സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം മുഖ്യമന്ത്രി പറയുന്നു, അതായത് തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ച് പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. അത് പാർട്ടി പ്രവർത്തകരായിട്ടുള്ള സഖാക്കളിൽ നിന്ന് മാത്രമല്ല, പൊതുജന സാമാന്യത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളുണ്ട്. എല്ലാ വിമർശനങ്ങളെയും ആശങ്കകളെയും അഭിപ്രായങ്ങളെയും ഗൗരവ ബുദ്ധിയോടുകൂടെ തന്നെ ഞങ്ങൾ പരിശോധിക്കും. എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളും ആശങ്കകളും വിമർശനങ്ങളും കേട്ടുകൊണ്ട് തന്നെ പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തും. ഇത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പുതിയ തുടക്കം. ഈ നിലയിലാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പ്രാഥമികമായ വിശകലനം അല്ലെങ്കിൽ അഭിപ്രായം. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. ഇടതുപക്ഷത്തിന്റെ സമുന്നത നേതാക്കന്മാർ നടത്തിയിട്ടുള്ളത് അക്കാര്യത്തിൽ ഏകപക്ഷീയമായ ഒരു തീർപ്പ് കൽപ്പിക്കലിൽ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് സത്യസന്ധമായി നമുക്ക് കരുതാനിടയില്ല. ജെക്സി തോമസ്, ഇപ്പം പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചു. ശരിയാണ്, പാർട്ടി സെക്രട്ടറി തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഈ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല അങ്ങനെ പാർട്ടി സെക്രട്ടറിയിലോ പാർട്ടിയുടെ ഒരു പൊതുസ്വത്വത്തിലോ നിക്ഷിപ്തമായിരുന്നില്ല ഇത്തവണ. ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാനും മുഖ്യമന്ത്രിയെ തന്നെയാണ് തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ ജനപ്രീതി വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം മാത്രം ഉൾപ്പെടുന്ന പ്രചാരണ ബോർഡുകൾ സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയല്ലേ അതിന്റെ ഒരു പ്രതികരണം വരേണ്ടത്. കണ്ണൂരിലെ ധർമ്മടത്തിലെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന തിരിച്ചടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ഉണ്ടായില്ല. കയ്യിന്ന് പോയടാ ചാർലി. അതിനെയൊക്കെ സംബന്ധിച്ച് അതൊക്കെ അല്പം മണ്ഡലം കേന്ദ്രീകരിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടതായി വന്നു, അസാധാരണമായ തിരിച്ചടി നേരിടേണ്ട വന്ന അനേകം മണ്ഡലങ്ങളുണ്ട്. അത് മലബാറിലുള്ള മണ്ഡലങ്ങൾ മാത്രമല്ല, മധ്യ തിരുവിതാംകൂറിലുണ്ട്, തെക്കൻ കേരളത്തിലുണ്ട്. കേരളത്തിലാകെ ഇടതുപക്ഷത്തിന്റെ സുരക്ഷിത കേന്ദ്രങ്ങളായി കരുതിയിരുന്ന പല മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് തിരിച്ചടി അല്ലെങ്കിൽ തോൽവി നേരിടേണ്ട വന്ന തെരഞ്ഞെടുപ്പാണിത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അപ്പം അത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന, സമഗ്രമായ വിലയിരുത്തൽ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ കാരണം കണ്ടെത്തി വിശദീകരിക്കേണ്ട ഒരു ചെറിയ കാര്യമല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. 3-ാം തുടർച്ചയ്ക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന് നേരെ അസാധാരണമാം വിധം ഞങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു വലിയ തിരിച്ചടി, വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കാര്യത്തിൽ അങ്ങ് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമല്ല,
അതിൽ നിന്ന് വ്യത്യസ്തമായ അനേക മണ്ഡലങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഇടതുപക്ഷത്തിന്റെ സുരക്ഷിത കേന്ദ്രങ്ങളെന്ന് പലരാലും ഇടതുപക്ഷ വിരുദ്ധരാൽ പോലും വിലയിരുത്തപ്പെട്ട മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത വിജയം, UDF പോലും നിലച്ചിരിക്കാത്ത വലിയ വിജയം അല്ലെങ്കിൽ വലിയ വോട്ടിന്റെ വർധനവ് അവർക്കുണ്ടായിട്ടുണ്ട്. അതപ്പോൾ സാങ്കേതികമായി 1-2 ദിവസത്തെ ഒരു ചർച്ച കൊണ്ട് മറുപടി കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ട കാര്യമായിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? ഞങ്ങൾ സമഗ്രമായ വിലയിരുത്തലിലേക്കാണ്. ആദ്യം മേൽക്കമ്മിറ്റി കൂടി ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് താഴേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്കല്ല, മറിച്ച് താഴെയുള്ള CPIM-ന്റെ ഏതാണ്ട് 32,000-ലധികം വരുന്ന ബ്രാഞ്ചുകളിൽ നിന്ന് സഖാക്കൾക്ക്, പ്രവർത്തകർക്ക് പറയാനുള്ളത് കേൾക്കുക. അതിനുശേഷം ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, 14 ജില്ലകളിലെ ജില്ലാ കമ്മിറ്റികൾ ഇവരുടെയൊക്കെ അഭിപ്രായം ക്രോഡീകരിച്ചതിന് ശേഷമായിരിക്കും, ഏറ്റവും ഒടുവിലായിരിക്കും മുകളിലേക്ക് പോയി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾക്കൊള്ളുന്ന ഉയർന്ന ഫോറം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധമായ സമഗ്ര പരിശോധന നടത്തി തീർപ്പുകളിലേക്ക്, കാരണങ്ങളിലേക്ക്, പുതിയ മാറ്റങ്ങളിലേക്ക് ഒക്കെ എത്തുക. ഈ വലിയ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും. ഞാൻ ഇന്നലെയും പറയുകയുണ്ടായി, എനിക്ക് പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായി 10 മിനിറ്റ് മാത്രം നീണ്ട എഴുതി വായിച്ച ഒരു വാർത്താ സമ്മേളനമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷെ അതിൽ വളരെ ആകാംക്ഷയോടുകൂടി, അത്ഭുതത്തോടും കൂടി കേട്ട ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പാർട്ടി അണികൾക്കും സഖാക്കൾക്കും നിർഭയത്വത്തോടെ കാര്യങ്ങൾ തുറന്നു പറയാം എന്നാണ്. ഇതൊരു തിരുത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അപ്പൊ ഇത്രയും കാലം ഈ പറയുന്ന ജനാധിപത്യവും നിർഭയത്വത്തോടെ അഭിപ്രായം പറയാൻ കഴിയുന്ന സാഹചര്യവും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ലേ? അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള, ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, എന്നാലും ചില പ്രത്യേക താല്പര്യത്തോടുകൂടെ ചില ആളുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രതീതി നിർമ്മാണമുണ്ട്. അതായത് കേരളത്തിൽ CPIM-ന്റെ സമുന്നത നേതൃപദവി അലങ്കരിക്കുന്ന നേതാക്കന്മാർ ആരുമാവട്ടെ, അത് മുഖ്യമന്ത്രിയോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോ ആരുമാവട്ടെ, ഇവർക്കൊന്നുമെതിരെ യഥാർത്ഥത്തിലുള്ള ഒരു വിമർശനം ഇവരുടെ സാന്നിധ്യത്തിൽ ഉയരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഉയർന്ന ഘടകങ്ങളിൽ ഇവർക്കെതിരെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഇവർക്കെതിരെയുള്ള എന്തെങ്കിലും വിമർശന സ്വഭാവത്തോടുകൂടെയുള്ള ചോദ്യങ്ങളോ ഇതൊന്നും ഉയരാൻ സാധ്യതയില്ല. ഇതെല്ലാം ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ തീരുമാനിക്കുന്നതും ബാക്കി എല്ലാവരും പ്രാൺമൂളി അനുസരിക്കുന്നതുമായ ഒരു പ്രതീതി നിർമ്മാണം യഥാർത്ഥത്തിൽ CPIM-നെ സംബന്ധിച്ച് ചില മാധ്യമങ്ങളെങ്കിലും ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം പ്രതീതി നിർമ്മാണങ്ങളോടായിരിക്കണം അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാവുക. നിർഭയവും സത്യസന്ധവുമായും ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള കരുത്ത് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും വ്യത്യാസമില്ലാതെ എല്ലാ ഘടകങ്ങളിലും പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ട് എന്ന പ്രതീതി മാധ്യമങ്ങളടക്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അത് അണികൾക്ക് ഉണ്ടാകില്ല എങ്കിൽ അങ്ങനെ ഒരു ഒന്നവരെ സമാധാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ലല്ലോ. മാത്രമല്ല, നോക്കൂ, ഒരൊറ്റ ചോദ്യത്തിന് പാർട്ടി സെക്രട്ടറി മറുപടി പറയുന്നില്ല. എഴുതി വായിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നില്ല. നോക്കൂ, ജയിക്കുന്ന ഒരു പാർട്ടി പോലെ തന്നെ പ്രധാനമല്ലേ അധികാരത്തിൽ നിന്ന് മാറുന്ന ഒരു സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി? ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണ്ടേ? ഇന്നിപ്പോ മുഖ്യമന്ത്രി 3 ദിവസം കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് മാത്രമാണ് CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണം എന്ന് വിചാരിക്കണം മാധ്യമങ്ങൾ, മറ്റുള്ളവർ, പൊതുസമൂഹം എന്ന് വിചാരിക്കുന്നത് വലിയ പ്രിവിലേജ് അവകാശപ്പെടലല്ലേ ജെക്സി തോമസ്? ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.